ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയിൽ സംശയം പ്രകടിപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം സൽമാൻ ഖുർഷിദും മൃത്യുഞ്ജയ് സിംഗ് യാദവും ചേർന്നെഴുതിയ കണ്ടസ്റ്റിംഗ് ഡെമോക്രാറ്റിക് ഡെഫിസിറ്റി എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കവെയാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ നിലനിൽപ്പിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള ആശങ്കകൾ പങ്കുവച്ചത്. എന്നാൽ BJP അതിശക്തമാണെന്നാണ് അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തിരിക്കുന്നത്. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ചിദംബരം തന്റെ പ്രതികരണം അറിയിച്ചത്. ഇതിനു പിന്നാലെ ഭരണകക്ഷിയും BJP നേതാക്കളും ഇക്കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായികൾക്ക് പോലും പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്നറിയാമെന്നാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. മൃത്യുഞ്ജയ് സിംഗ് യാദവ് പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി അത്ര ശോഭനമല്ല. സഖ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന് തോന്നുന്നു. പക്ഷെ തനിക്ക് ഉറപ്പില്ല. ഇന്ത്യ സഖ്യത്തിനായുള്ള ചർച്ചാ സംഘത്തിൽ സൽമാൻ ഖുർഷിദ് ഉൾപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് മാത്രമേ ഉത്തരം നൽകാൻ കഴിയൂ. സഖ്യം പൂർണ്ണമായും നിലനിൽക്കുകയാണെങ്കിൽ താൻ വളരെ സന്തോഷിക്കും. പക്ഷെ അത് തകർന്നുവെന്നാണ് തോന്നുന്നതെന്നുമാണ് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞത്. എല്ലാ മേഖലകളിലും പോരാടേണ്ട ഒരു അതിശക്തനായ സംവിധാനത്തോടെയാണ് ഇന്ത്യ സഖ്യം മല്ലിടുന്നതെന്നും മുൻ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. BJPയെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം. എല്ലായിടത്തും സ്വാധീനമുള്ള, പലതും പിടിച്ചെടുക്കാനും നിയന്ത്രിക്കാനും ശേഷിയുള്ള കരുത്തുറ്റ സംഘമാണ് BJPയുടേത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. തന്റെ അനുഭവത്തിലും ചരിത്ര വായനയിലും BJP പോലെ ഇത്ര ശക്തമായി സംഘടിതമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടില്ല. അത് വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു യന്ത്രത്തിന് പിന്നിലുള്ള ഒരു യന്ത്രമാണിത്. രണ്ട് സംവിധാനങ്ങളെയും ഇന്ത്യയിലെ എല്ലാ യന്ത്രങ്ങളെയും നിയന്ത്രിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ രാജ്യത്തെ ഏറ്റവും താഴ്ന്ന പോലീസ് സ്റ്റേഷൻ വരെ അവർക്ക് നിയന്ത്രിക്കാനും ചിലപ്പോൾ പിടിച്ചെടുക്കാനും കഴിയുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ ചിദംബരത്തിന്റെ പ്രസ്താവന ഏറ്റെടുത്തിരിക്കുകയാണ് BJP നേതാക്കൾ. അതേസമയം കോൺഗ്രസ് നേതാവ് പി ചിദംബരം പ്രവചിക്കുന്നു, ഭാവിയിൽ പ്രതിപക്ഷം നിലനിൽക്കില്ല, BJP ഒരു ശക്തമായ സംവിധാനമാണെന്നാണ് BJP നേതാവ് പ്രദീപ് ഭണ്ഡാരി ചൂണ്ടിക്കാട്ടിയത്. കേരള BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇതിനോട് പ്രതികരിച്ചിരുന്നു. അഴിമതിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഒത്തുചേർന്ന കൂട്ടായ്മ എന്നാണ് ഇന്ത്യ സഖ്യത്തെ രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. ചിദംബരത്തിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ഉൾപ്പെടെ BJP ഹാൻഡിലുകൾ വ്യാപകമായി പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസോ ചിദംബരമോ ഇതുവരെ പ്രതികരിക്കാനോ മറുപടി നൽകാനോ തയ്യാറായിട്ടില്ല. അതേസമയം BJPയുടേത് ശക്തമായ സംഘടനാ സംവിധാനമാണെന്നും ചിദംബരം പറയുകയായിരുന്നു. കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി ആശങ്കയിലാണെന്ന് പി ചിദംബരം വ്യക്തമാക്കുന്നത്. സഖ്യം മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പില്ല. നിലനിൽപ്പിൽ വലിയ ഭീഷണിയാണ് നേരിടുന്നത്. ശ്രമിച്ചാൽ ശക്തമായി മുന്നോട്ട് പോകാനാകുമെന്ന് ചിദംബരം പറയുന്നുണ്ട്. കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കി BJP പുകഴ്ത്തുക കൂടിയാണ് ചിദംബരം. BJP പോലെ ശക്തവും സംഘടിതവുമായ പാർട്ടി വേറെയില്ല. സംഘടനാ രംഗത്ത് എല്ലാ തലങ്ങളിലും BJP സുശക്തമാണെന്ന് കൂടി ചിദംബരം പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രസംഗം പങ്കുവച്ച് നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും വിമർശനം ശക്തമാക്കുകയാണ്. കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഭാവിയില്ലെന്നാണ് ചിദംബരം പറഞ്ഞു വെച്ചതെന്ന് നേതാക്കൾ പ്രതികരിക്കുകയായിരുന്നു. അതേസമയം വിഷയത്തിൽ കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ചിദംബരത്തിനെതിരെ CPI നേതാവ് ആനി രാജ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ടില്ലാതായ അവസ്ഥയിലാണ് ഇന്ത്യ സഖ്യം. പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നിലും സഖ്യം ദൃശ്യമല്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന ഡൽഹി തിരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നതകൾ കാരണം ഇരുവരും ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു. നേരത്തെ പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിലെത്താനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം രംഗത്തെത്തിയിരുന്നു. മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധത്തിന്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നുവെന്നും അതുകൊണ്ടാണ് തിരഞ്ഞെടുത്ത ചില ലക്ഷ്യങ്ങളെ മാത്രം ആക്രമിച്ചുകൊണ്ടുള്ള ഒരു സൈനിക മുന്നേറ്റം അദ്ദേഹം ബുദ്ധിപൂർവ്വം നടത്തിയതെന്നുമാണ് ചിദംബരം പറയുന്നത്.